വചനമൊഴി മാർച്ച് 30. വചനഭാഗം റോമ 11:17-24, ലൂക്കായുടെ സുവിശേഷം 19:41-48. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ അവസാന ആഴ്ചയിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ്. മാനസാന്തരത്തിൻ്റെയും ആത്മപരിശോധനയുടെയും ഫലമായി ജീവിത നവീകരണത്തിനും ഹൃദയവിശുദ്ധീകരണത്തിനും ആഹ്വാനം ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഒലിവ് മരത്തോട് ചേർക്കപ്പെട്ട കാട്ടൊലിവിനെ കുറിച്ച് സംസാരിക്കുന്ന ഉപമയാണ് നാം ശ്രവിക്കുന്നത്. നീ വേരിനെ താങ്ങുകയല്ല, വേരാണ് നിന്നെ താങ്ങുന്നത്. വിനയത്തിൻ്റെ വലിയ പാഠമാണ് സ്ലീഹ ഇവിടെ പറയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നത്. സ്ലീഹ ഉപദേശിക്കുന്നു, അഹങ്കാരം ഒഴിവാക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ജെറുസലേമിനെ കുറിച്ചുള്ള ഈശോയുടെ ദുഃഖമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ജെറുസലേമിനെ കണ്ടപ്പോൾ അവിടുന്ന് കരയുന്നു. നിനക്ക് സമാധാനം നൽകുന്ന കാര്യങ്ങൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദനയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപ നിരസിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു. തുടർന്ന് ഈശോ ദൈവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ പുറത്താക്കുന്നതാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ഭവനം ശുദ്ധമായിരിക്കണം. ഹൃദയങ്ങളെ പരിശോധിക്കുവാനും ദൈവത്തിൽ നിന്നും അകറ്റുന്ന ക്രയവിക്രയങ്ങൾ ഹൃദയത്തിലുണ്ട് എങ്കിൽ അതിനെ വിശുദ്ധീകരിക്കുവാനും നാം ആകുന്ന ദൈവാലയത്തെ ശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും തിരുവചനം നമ്മോട് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മകളാകുന്ന ദൈവാലയം, നമ്മുടെ കുടുംബങ്ങളാകുന്ന, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കൂട്ടായ്മകളും ഇടവകകളുമൊക്കെ ആകുന്ന ദൈവാലയങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ക്രയവിക്രയങ്ങളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് വിശുദ്ധിയുള്ളതാക്കുവാൻ, ദൈവത്തിൻ്റെ ഭവനമായി കാത്തു സൂക്ഷിക്കുവാൻ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുവാനും ഹൃദയ ശുദ്ധിയോടുകൂടി ജീവിക്കുവാനും ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.